നമസ്തേ. എല്ലാ യോഗ അന്വേഷകർക്കും നമസ്കാരം. നമ്മൾ പതഞ്ജലി യോഗസൂത്രം അതിൻ്റെ ഓരോ സൂത്രങ്ങളിലൂടെയും സഞ്ചരിച്ച് യോഗയുടെ പരമമായ ലക്ഷ്യം എന്താണ്, ആ കൈവല്യ പദം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയും. ഇനി അതിൻ്റെ പ്രായോഗികത, യോഗ എങ്ങനെ പ്രായോഗികമായി പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന് ഈ കൈവല്യ പദത്തിലേക്ക് എത്തിച്ചേരാം എന്ന് വ്യക്തമാക്കുന്ന ആദ്യത്തെ പ്രാമാണിക ഗ്രന്ഥത്തിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ആരംഭിക്കുന്നത്. സ്വാത്മാരാമ യോഗി ക്രോഡീകരിച്ച ഹഠയോഗ ശാസ്ത്രത്തിലെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായ ഹഠയോഗ പ്രദീപിക വിസ്തരിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഇതിൽ ശ്ലോകങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതോടൊപ്പം തന്നെ ആസന, പ്രാണായാമ, ബന്ധ, മുദ്ര തുടങ്ങിയവയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ ശ്ലോകങ്ങളുടെ വിവരണവും ആ യോഗാസനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും പ്രാണായാമത്തെക്കുറിച്ചുള്ള വിശദീകരണവും ഒക്കെ നൽകുന്ന രീതിയിലാണ് ഈ പരമ്പര നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഹഠയോഗ പ്രദീപികയ്ക്ക് ധാരാളം വ്യാഖ്യാനങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ശ്ലോകക്രമം പല പുസ്തകത്തിലും പല രീതിയിലാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പഠന പരമ്പരയ്ക്ക് ബീഹാർ സ്കൂൾ ഓഫ് യോഗയിലെ സ്വാമിജി മുക്തിബോധാനന്ദ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്, ആ ഒരു ഗ്രന്ഥത്തെയാണ് ശ്ലോകക്രമങ്ങൾക്ക് വേണ്ടി പിന്തുടരുന്നത്. സ്വാമിജിയുടെ വ്യാഖ്യാനങ്ങളോടൊപ്പം മറ്റ് ഗ്രന്ഥങ്ങളിലെ വ്യാഖ്യാനങ്ങളും ഇതിൻ്റെ പരമ്പരയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിലും ഹഠയോഗ ഗ്രന്ഥങ്ങൾ, ഹഠയോഗ പ്രദീപിക വ്യാഖ്യാനങ്ങളുണ്ട്. അവയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. മുക്തിബോധാനന്ദ സ്വാമിജി വളരെ ശാസ്ത്രീയവും പ്രായോഗികവുമായ വ്യാഖ്യാനങ്ങളാണ് അതിന് നൽകിയിട്ടുള്ളത്. ബീഹാർ സ്കൂൾ ഓഫ് യോഗ എന്നത് ഇന്ത്യയിലെ യോഗ പഠന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, കൈവല്യധാമം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് ആ പുസ്തകം അത് ഓൺലൈനിലൊക്കെ ലഭ്യമാണ്. ആ പുസ്തകത്തിലെ ശ്ലോകക്രമമാണ് ഈ പരമ്പരയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. യോഗയെ വെറുമൊരു വ്യായാമമായി മാത്രം കാണാതെ അതിൻ്റെ ആത്മീയവും മാനസികവുമായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ പരമ്പര നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു. AD 6-ാം നൂറ്റാണ്ടിൽ മത്സ്യേന്ദ്രനാഥ് ആണ് ഹഠയോഗയ്ക്ക് ഒരു രീതിശാസ്ത്രം ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഗോരഖനാഥ് ഗോരക്ഷ ശതകം അഥവാ ഗോരക്ഷ സംഹിത എന്ന പേരിൽ ഒരു ഗദ്യപദ്യ സംയുക്തമായ ഒരു കൃതി രചിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രാദേശിക ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ കൃതിക്ക് വേണ്ടത്ര പ്രചാരം ലഭിക്കാതെ പോയി. ഗോരഖനാഥിൻ്റെ ശിഷ്യനായ സ്വാത്മാരാമൻ ഈ കുറിപ്പുകളെല്ലാം ഏകോപിപ്പിച്ച് സംസ്കൃത ഭാഷയിൽ ഒരു കൃതി രചിച്ചു. അതാണ് ഹഠയോഗ പ്രദീപിക, ലൈറ്റ് ഓൺ ഹഠയോഗ എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. യോഗയ്ക്ക് ഏറ്റവും വിപുലീകൃതമായ ആദ്യത്തെ ഗ്രന്ഥസ്വരൂപമാണ് ഇത്. നാഥ സമ്പ്രദായത്തിൽപ്പെട്ട ഒരു ഋഷിവര്യനാണ് സ്വാമി സ്വാത്മാരാമൻ. മത്സ്യേന്ദ്രനാഥാണ് ഇതിൻ്റെ തുടക്കക്കാരൻ, സ്ഥാപകൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയിലാണ് സ്വാത്മാരാമൻ, ഗോരഖനാഥ് ഒക്കെ പെടുന്നത്.
ഹഠയോഗത്തെ പ്രകാശിപ്പിക്കുന്നത്, ഹഠയോഗത്തിലേക്ക് വെളിച്ചം വീശുന്നത് എന്ന അർത്ഥമാണ് ഹഠയോഗ പ്രദീപിക എന്ന ഗ്രന്ഥനാമത്തിന് ഉള്ളത്. ഖേരണ്ട മുനിയുടെ ഖേരണ്ട സംഹിത, ശ്രീനിവാസ ഭട്ട മഹായോഗീന്ദ്രന്റെ ഹഠരത്നാവലി, ഇവയൊക്കെ ഹഠയോഗ പ്രദീപകങ്ങളായ ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഇവ കൂടാതെ പല ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും ഹഠയോഗം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. രാജയോഗത്തിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് ഹഠയോഗ പ്രദീപിക കാണുന്നത്. ഇതിൽ 4 അധ്യായങ്ങളാണ് ഉള്ളത്. അധ്യായത്തിന് ഉപദേശം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. പ്രഥമോപദേശം 1-ാം അധ്യായത്തിൽ 67 ശ്ലോകങ്ങളാണ് ഉള്ളത്. ദ്വിതീയോപദേശത്തിൽ 78 ശ്ലോകങ്ങൾ, തൃതീയോപദേശത്തിൽ 130 ശ്ലോകങ്ങൾ, ചതുർത്ഥോപദേശത്തിൽ 114 ശ്ലോകങ്ങൾ എന്നിങ്ങനെ ആകെ 389 ശ്ലോകങ്ങൾ ഉണ്ട്. പ്രഥമോപദേശം യോഗാസനങ്ങളെ സംബന്ധിച്ചും, രണ്ടാമത്തേത് ഷഡ്കർമ്മങ്ങളെ സംബന്ധിച്ചും, ഷഡ്കർമ്മങ്ങളും പ്രാണായാമങ്ങളെയും സംബന്ധിച്ചും, തൃതീയോപദേശം മുദ്രകളും ബന്ധങ്ങളും സംബന്ധിച്ചും, 4-ാം ഉപദേശം സമാധിയെ, നാദാനുസന്ധാനത്തെ പ്രതിപാദിക്കുന്നു. നമുക്ക് 1-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്രീ ആദിനാഥായ നമോസ്തു തസ്മൈ ഏനോപതിഷ്ഠാ ഹഠയോഗ വിദ്യ വിഭ്രാജതേ പ്രോന്നത രാജയോഗം ആരോഢുമിച്ചോരധിരോഹിണീവ. ശ്രീ ആദിനാഥായ നമ അസ്തു തസ്മൈ ഏന ഉപതിഷ്ഠ യോഗവിദ്യ വിഭ്രാജത്തെ പ്രോന്നത രാജയോഗം ആരോഢും ഇച്ഛ അധിരോഹിണി ഇവ എന്നതാണ് അതിൻ്റെ പദം. അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് പോയി നോക്കാം. തസ്മൈ ശ്രീ ആദിനാഥായ നമസ്തു. ആ ശ്രീ പരമേശ്വരന്, ആദിനാഥന് എൻ്റെ നമസ്കാരം ഉണ്ടാകട്ടെ. ഏന ഉപതിഷ്ഠ ഹഠയോഗ വിദ്യ. ആർക്കാണോ ഹഠയോഗ വിദ്യ ആദ്യമായി ഉപദേശിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ആരാണോ ഇത് ആദ്യമായി ഉപദേശിച്ചത്, പ്രോന്നത രാജയോഗം ആരൂഢും ഇച്ഛ. ഉന്നതമായ രാജയോഗം എന്ന അവസ്ഥയിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവർക്ക് അധിരോഹിണി ഇവ വിഭ്രാജതേ. ഒരു ഗോവണി പോലെ ഈ ഹഠയോഗ വിദ്യ ശോഭിക്കുന്നു. ഈ ആദ്യ ശ്ലോകത്തെ ഒരു മംഗളാചരണം അല്ലെങ്കിൽ വന്ദന ശ്ലോകം എന്ന് പറയാം. സ്വാത്മാരാമൻ തൻ്റെ ഗ്രന്ഥം ആരംഭിക്കുന്നത് ആദിനാഥന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ്. ആരാണ് ആദിനാഥൻ? ഹഠയോഗത്തിലെ പ്രഥമ ഗുരു സാക്ഷാൽ മഹാദേവനാണ്, ശിവനാണ്. ശിവൻ ഇവിടെ ഒരു മതപരമായ ദൈവമായി കാണേണ്ടതില്ല, മറിച്ച് പരമമായ ബോധത്തിൻ്റെ, സുപ്രീം കോൺഷ്യസ്നെസ്സിൻ്റെ പ്രതീകമാണ്. ആദിനാഥനാണ് ഹഠയോഗ വിദ്യ ഉപദേശിച്ചത്. തന്നിൽ പ്രകാശിച്ച ആത്മീയ അറിവ് മഹാദേവൻ ആദ്യമായി പാർവതീദേവിക്ക് ഉപദേശിച്ചു. അവിടെ നിന്നാണ് ഹഠയോഗത്തിൻ്റെ പരമ്പര ആരംഭിക്കുന്നത്. യോഗവിദ്യയിലെ നാഥ സമ്പ്രദായവും ഇവിടെ തുടങ്ങുന്നു. ഈ ശ്ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, അധിരോഹിണി ഇവ. അതായത് ഒരു ഗോവണി പോലെ. സ്വാമി മുക്തിബോധാനന്ദ ഇതിനെ വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്നു. നമ്മൾ ഒരു കെട്ടിടത്തിൻ്റെ, വീടിൻ്റെ മുകളിൽ കയറണമെങ്കിൽ പെട്ടെന്ന് ചാടി കയറാൻ പറ്റില്ല. നമുക്ക് ഒരു ഗോവണി വേണം. ഇവിടെ മുകൾത്തട്ട് എന്നത് രാജയോഗം അഥവാ പൂർണ്ണമായ സമാധി അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നേരിട്ടെത്തുക എന്നത് സാധാരണ മനുഷ്യർക്ക് എളുപ്പമല്ല. കാരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ചിന്തകളുടെ കോലാഹലങ്ങളാണ്. അങ്ങനെയുള്ള ചഞ്ചലമായ മനസ്സിനെ മാറ്റാൻ ശരീരത്തെയും ശ്വാസത്തെയും ഉപയോഗിക്കണം. ശരീരം ശുദ്ധീകരിക്കുമ്പോൾ, ഷഡ്കർമ്മങ്ങളിലൂടെയും ആസനങ്ങളിലൂടെയും ശുദ്ധീകരിക്കുമ്പോൾ, പ്രാണായാമത്തിലൂടെ ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സ് തനിയെ അടങ്ങും. ചുരുക്കത്തിൽ
രാജയോഗത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയാണ് ഹഠയോഗം. ഹഠയോഗം ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് എന്ന് ഈ ഒന്നാമത്തെ ശ്ലോകം നമുക്ക് കാണിച്ചു തരുന്നു. വൈദ്യുതി പ്രവാഹത്തിൽ നെഗറ്റീവും പോസിറ്റീവുമായ പ്രവാഹങ്ങൾ ഉൾപ്പെടും. ഇത് പ്രസരിക്കുന്നതിന് വേണ്ടി ചെറുകമ്പികളാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിലും പ്രാണപ്രവാഹമുണ്ട്. അതിൻ്റെ മാധ്യമം നാഡികളാണ്. നട് എന്നാൽ ഒഴുക്ക് എന്നാണ് അർത്ഥം. അതിൽ നിന്നാണ് നാഡി എന്ന ശബ്ദമുണ്ടായത്. മാനസികമായ ശക്തി, ഊർജം ഇടനാഡിയിലൂടെ അഥവാ ചന്ദ്രനാഡിയിലൂടെ ഒഴുകുന്നു. ഹഠ എന്ന ശബ്ദത്തിൽ ഠകാരം ചന്ദ്രനാഡിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രാണശക്തി പിംഗളനാഡിയിലൂടെ, സൂര്യനാഡിയിലൂടെ ഒഴുകുന്നു. ഹഠയിലെ ഹകാരം പിംഗളനാഡിയെയാണ് ലക്ഷീകരിക്കുന്നത്. ഇടനാഡി അവസാനിക്കുന്നത് ഇടത്തെ മൂക്കിലും പിംഗളനാഡി അവസാനിക്കുന്നത് വലത്തെ മൂക്കിലുമാണ്. ഭൗതിക ശരീരത്തിലെ ഞരമ്പുകളായി ഇവയ്ക്ക് ബന്ധമുണ്ടെങ്കിലും അവ ഒന്നല്ല. പ്രാണന്റെയും മനസ്സിൻ്റെയും ഒഴുക്കുകൾ സമഞ്ജസമായി ചേരുമ്പോഴാണ് ഇടാപിംഗളകളുടെ മധ്യസ്ഥമായ സുഷുമ്നാനാഡി ഉണരുന്നത്. കുണ്ടലിനി ശക്തിയുടെ ഉണർവിനും പ്രവാഹത്തിനും ഇത് വഴിയൊരുക്കുന്നു. ഈ പ്രവാഹത്തെ താങ്ങാനുള്ള ശേഷി ശരീരത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. 6 വോൾട്ട് വൈദ്യുതി മാത്രം താങ്ങാൻ കരുത്തുള്ള ഒരു യന്ത്രത്തിലേക്ക് 200 വോൾട്ട് വൈദ്യുതി കടത്തിവിട്ടാൽ എന്താവും അവസ്ഥ? അതുപോലെ അതിശക്തമായ കുണ്ടലിനി പ്രവാഹത്തെ താങ്ങാനുള്ള കരുത്ത് ശരീരത്തിന് ഉണ്ടാക്കുക എന്നതാണ് ഹഠയോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. അതിനാണ് ഷഡ്കർമ്മങ്ങൾ അഥവാ ഷഡ്ക്രിയകൾ എന്ന ശുദ്ധികർമ്മങ്ങൾ. ത്രാടകം, കപാലഭാതി, നേതി, ധൗതി, നൗളി, ഭസ്തി എന്നിവയാണ് ഷഡ്ക്രിയകൾ. പണ്ട് ഈ 6 ക്രിയകൾ മാത്രമായിരുന്നു ഹഠയോഗം. പിന്നീടാണ് ആസനവും പ്രാണായാമവും മുദ്രയും ബന്ധവും ഒക്കെ ചേർത്തത്. ഇവയെല്ലാം പിന്നീട് വിശദമായി നാം കാണും. പതഞ്ജലിയുടെ യോഗത്തിലെ യമനിയമങ്ങൾ ഹഠയോഗ പ്രദീപികയിൽ വരുന്നില്ല. എന്നാൽ അതിനെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ആസനങ്ങളുടെ വിവരണം ആരംഭിക്കുന്നതിന് മുന്നേ വെറുതെ ഒരു ലിസ്റ്റ് അവിടെ നൽകുന്നുണ്ട്. ശരീരത്തിലെ ഗ്രന്ഥികളുടെയും ഊറ്റുകളുടെയും ശ്വാസത്തിൻ്റെയും പ്രാണന്റെയും മറ്റും പ്രവർത്തനം താളത്തിലായാൽ മനസ്സും താളത്തിലാവും എന്നതാണ് ഇവിടെ പറയാതെ പറയുന്നത്. രാജയോഗമാണ് മനസ്സിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. അവിടേക്ക് കയറിപ്പറ്റാനുള്ള കോവണിയാണ് ഹഠയോഗം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായും ആവശ്യമില്ലാതാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഹഠയോഗ പ്രദീപികയുടെ തുടക്കം കുറിച്ചു. ഹഠയോഗയുടെ ആത്യന്തിക ലക്ഷ്യം രാജയോഗമാണെന്നും അതിൻ്റെ ആദിഗുരു മഹാദേവനായ ശിവനാണെന്നും നമ്മൾ മനസ്സിലാക്കി. അടുത്ത ക്ലാസ്സിൽ എപ്പിസോഡ് 2 സ്വാത്മാരാമൻ തൻ്റെ ഗുരുപരമ്പരയിലെ പ്രമുഖരായ യോഗികളെ വന്ദിക്കുന്ന 2ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റ് ചെയ്യണം. ഇത് ലൈക്ക് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം. യോഗ കുതുകികളിലേക്ക് ഈ ശാസ്ത്രം എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്തേ.